നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. അവിടെ വലിയ ആരോപണം ഉയർന്ന ദിവസമാണ്. വോട്ടിന് നോട്ടെന്ന ആരോപണം ശോഭാ സുരേന്ദ്രനെതിരെ. ആ വീഡിയോ ചിത്രീകരിച്ച വിനീഷ് സർഗാർ സംസാരിക്കുകയാണ്. കേൾക്കാം. അവര് പറയുന്ന പോലെ സീറ്റിലിരിക്കുന്നതും കൂടെ നടക്കുന്നതും എല്ലാ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനകത്ത്. അവരെ കാരണം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാറിലിരുന്ന് അവരോട് മോശമായിട്ട് പെരുമാറിയോ? ഒന്നും കാണിച്ചിട്ടില്ല. ആ വീഡിയോയിലെല്ലാം കാണുന്നതല്ലേ, നമ്മളൊന്നും ആ ദൃശ്യങ്ങൾ എടുക്കുക മാത്രം ചെയ്തു. നിങ്ങളെന്തോ ആംഗ്യം കാണിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മണിക്കൂർ മുന്നേ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നു? ഇല്ല. അവര് പറഞ്ഞത് ഇറങ്ങിയതും പറയുന്നത് തന്നെ 3 ദിവസമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നു പറഞ്ഞത്. ഇന്നലെ ഞങ്ങള് കൊട്ടിക്കലാശത്തിന്റെ പിറകില്ല. രാവിലെ ഞങ്ങൾ സ്ക്വാഡ് വർക്കില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ വാർഡിൽ തന്നെയാണ് പരിപാടികളിലുള്ളത്. ആ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിചാരിതമായി ഇത് കണ്ടത്. 3 ദിവസമായി ഈ കൂടിയിരിക്കുന്ന അവര് പറയുന്ന കുട്ടി 3 ദിവസം അവരെ പിറകിലാണ്. അവരെ പിറകിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. അവര് തെളിയിക്കണം. അത് അത്തരത്തിലൊരു ആരോപണം അവർ തെളിയിക്കണം. അതവർ പറയേണ്ടതാണ്. അതൊന്നുമില്ല. അത് വീഡിയോ എടുത്തത് ആ പയ്യനാണെന്ന് കൂടിയിരുന്ന പൈസ കൊടുത്ത സ്ത്രീ പറയണ്ടായി. അതിന്റെ ക്ഷോഭമാണ് അദ്ദേഹത്തോട് പെരുമാറിയുള്ളത്. അല്ല, ഒന്നല്ല, കേസിലൊക്കെ പ്രതിയാണ്. അതിപ്പോ ആദ്യമായിട്ട് പ്രതിയാവുന്നൊന്നുമില്ലല്ലോ. ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന 2002 കാലം മുതൽ ഞാൻ പ്രതിയാണ്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ പറയുണ്ടായി. ഞങ്ങൾ തടുത്തതും പറഞ്ഞു പൈസ കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് ശരിയായ ഒരു നയമല്ല. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തന്നാണ്. ആ വീഡിയോസ് പരിശോധിച്ചാൽ തന്നെ കാണാം. അതിനുശേഷം ശോഭ ചേച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നത് ശോഭ ചേച്ചി എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെ, ഞങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ വീഡിയോ ഇല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. എന്നോട് വന്ന് നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാ. അപ്പൊ ആ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ ശോഭ ചേച്ചിന്റെ വീഡിയോ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. 3 പേരെ ആ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുകയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. അപ്പൊ ഞാൻ എന്റെ വിത്ത് പ്രൂഫ് ഞാൻ ഇപ്പൊ വേണം നിങ്ങൾ കാണിച്ചു. ആ സ്ത്രീ കൂടിയുള്ള ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് അവർ ആ വണ്ടിയിൽ ഇല്ലാന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ശോഭിച്ച് എത്രത്തോളം കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടിന്റെ ഘടന അനുസരിച്ച് നമ്മൾക്ക് ഒരാളിനെ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനെയും പേര് വരുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ അവരുടെ വീഡിയോയില് ശോഭ ചേച്ചിയുടെ ഞങ്ങൾ ആദ്യം കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ 1-2 വീടുകളിൽ കൊടുക്കുന്നു. ആ വീട്ടിൽ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞെന്താ, ഇവരുടെ ബന്ധുവാണ്, അതുകൊണ്ടാ പൈസ കൊടുത്തത്. ആ ഒരു വാചകം പോരെ ശോഭ ചേച്ചി ഇങ്ങനെ നുണ പറയുന്നത്? ആ ഒരു വാചകം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ. വീഡിയോയില് അവര് പറയണ്ടല്ലോ, അവര് ബന്ധു ആയതുകൊണ്ടാ കൊടുത്തത്. ആറ്റിങ്ങിലോ മുംബൈയിലോ മറ്റെയാണ് ആ സിനി പറഞ്ഞ സ്ത്രീ താമസിക്കുന്നത്, പൈസ കൊടുത്തത്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ആരാന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അല്ലല്ല, അത് 100% ഉറപ്പാണ്. ദേവുഅമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധുവില്ല കാര്യം എനിക്കറിയാം. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ദേവുഅമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. അവരൊരു നിസ്സഹായത കൊണ്ട് ഇവര് പൈസ കൊടുത്തത് ഒരു വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം പ്രായശ്ചിത്തം അവർ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും ഭയപ്പെട്ടിട്ട് തന്നെയല്ലേ ചെയ്യാം. അല്ല, അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ളവരൊന്നുമല്ല, ആരൊന്നുമില്ല. അപ്പൊ ശോഭ ചേച്ചി ആ പറഞ്ഞ ആദ്യം ഞങ്ങൾ സംഭാഷണം തുടങ്ങുന്ന വീഡിയോയിലുണ്ട്. അപ്പൊ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തത് പിന്നെ അവര് ബന്ധുവായതുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത്. അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമുള്ളവരല്ലല്ലോ. അവരെയൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയല്ലേ. അവരെന്ത് കയ്യേറ്റം ചെയ്യേണ്ട കാര്യം? അങ്ങനെയൊന്നുമില്ല. അത് ചെയ്യാൻ വന്നിരുന്നു, അത് അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം ഈ തെളിവ് ഈ മൊബൈലിലായതുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്. ആ വിഷയത്തിലാണ് പരാതി കൊടുക്കുന്നത്. ഇതിന്റെ ഒരു കാര്യമില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. അവിചാരിതമായി ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം കണ്ടു, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു, വിവരം അറിയിച്ചു, അത്രേ ഉള്ളൂ ഇതില്. അല്ലാണ്ട് അവരോട് വേറെ വിരോധമൊന്നുമില്ല. എനിക്ക് വന്ന കോളുകൾ അവര് പരിശോധിച്ചോട്ടെ, അവരിലല്ലേ ഗവൺമെന്റുള്ള, പരിശോധിച്ചോട്ടെ. എനിക്ക് ഏത് മാധ്യമപ്രവർത്തകനാണ് ഈ വിഷയത്തിന് മുൻപ് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ടൊന്ന് തെളിയിക്കട്ടെ. ശേഷമാവാലോ, മുൻപ്. വിനീഷ് സർഗയുടെ പ്രതികരണമാണ് കേട്ടത്. വിനീഷ് സർഗയാണ് ഈ വീഡിയോ, ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ ഒരു വയോധികയ്ക്ക് പണം കയ്യിൽ കൊടുക്കുന്ന ആ വീഡിയോ ചിത്രീകരിച്ചത് വിനീഷ് സർഗയാണ്. അപ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വിനീഷ് സർഗ തള്ളുകയാണ്.